വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചിച്ചോറാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ ഇറച്ചി കുക്കറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വേണ്ടത് വലിയൊരു ഉള്ളി, 2 ഉള്ളിയാണ് എടുത്തത്. അത് കട്ട് ചെയ്ത് ഇതിൻ്റെത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 3 തക്കാളി എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വേണ്ടത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ള മസാലകൾ വേണം. അതിന് 1 സ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ബീഫ് മസാല, 1/2 സ്പൂണ് ഗരം മസാല, 1.5 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് ഇതിലേക്ക് കറിവേപ്പിലയും കൂടിയാണ്. അതും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഈ ബീഫ് വേവാനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കാരണം ഇറച്ചിച്ചോറിലേക്ക് കറക്റ്റായിട്ടുള്ള വെള്ളം മാത്രമേ വേണ്ടൂ. ചോറ് നമ്മൾ വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, നെയ്ച്ചോറ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരുപാട് നമുക്ക് ഗ്രേവി വേണ്ട. ഇനി നമുക്ക് ഇറച്ചിച്ചോറിലേക്ക് വേണ്ട റൈസ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് 1.5 സ്പൂണോളം ഗീ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് സ്പൈസസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് റൈസ് വേവാനായിട്ടുള്ള വെള്ളമാണ്. 4 ഗ്ലാസ് അരിയാണ് എടുത്തത് ഞാൻ. അതിലേക്ക് ഒരു 5.5 ഗ്ലാസ് വെള്ളമോളം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ആ വെള്ളത്തിലേക്ക് ഉപ്പും ചേർത്ത് നന്നായി തിളച്ചതിന് ശേഷം ഞാൻ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മളെ റൈസെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ബീഫ് കറിയില്ലേ, ആ ബീഫ് കറി ഈ ചോറിലേക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ നിൽക്കരുത്, അപ്പോൾ ഒരുപാട് കുഴഞ്ഞു പോകും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കുറച്ച് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. അതങ്ങനെ ഏകദേശം ഇപ്പോൾ നമ്മുടെ റൈസിലേക്ക് വേണ്ട കറികൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും, കാരണം ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലോണം കുഴഞ്ഞു പോകും. ഇപ്പം കണ്ടില്ലേ, പാകത്തിനാണ്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.